ഇറ്റ് ഇസ് മൈറ്റോകോൺഡ്രിയൽ DNA. ഞാൻ സീക്വൻസിങ്ങിൻ്റെ എഴുതിയായിരുന്നു, ഡെഫിനേഷൻ എഴുതിയായിരുന്നു. നെക്സ്റ്റ് വൺ എഴുതിയ ഇതും ന്യൂസിൽ 2-3 പ്രാവശ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ടൈഫോയിഡ് വാക്സിൻ. എന്താ ടൈഫോയിഡ്? വാട്ട് ഡു യു മീൻ ബൈ ടൈഫോയിഡ്? മഞ്ഞപ്പിത്താണോ ടൈഫോയിഡ്? അല്ല, മഞ്ഞപ്പിത്തം ജോണ്ടിസ് ആണ്. ടൈഫോയിഡ് അപ്പം എന്താ? ടൈഫോയിഡ് ഇപ്പം അത്ര കോമൺ അല്ല, ഇതൊരു ഇൻഡസ്റ്റൈനൽ ഇൻഫെക്ഷൻ ആയിരുന്നു. ബാക്ടീരിയ കോസിംഗ് ആണ്. ഏത് ബാക്ടീരിയ? നോട്ട് ചെയ്ത് വെച്ചോ. സാൽമോണല്ല ടൈഫി. ഇത് ഈ ടൈഫോയിഡിനെ പറ്റി NCERT പ്രത്യേകം ഒരു യൂണിറ്റിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ കറണ്ട് അഫയേഴ്സും കൂടെ ഉള്ളത് കൊണ്ട് ചാൻസ് ഉണ്ട്. ഇതിപ്പോ ന്യൂസിൽ വന്ന എന്തിനാ? ടൈഫോയിഡിന് മുന്നേ വാക്സിൻ ഉണ്ടായിരുന്നില്ല, എഫക്റ്റീവ് വാക്സിൻ ഉണ്ടായിരുന്നില്ല. വാക്സിൻസ് ഉണ്ട്, പക്ഷെ അതിന്റെ സക്സസ് റേഷ്യോ 50 ബിലോ ആയിരുന്നു. പക്ഷെ ഇവര് 81.6% സക്സസ് റേറ്റ് ഉള്ള ടൈഫോയിഡ് വാക്സിൻ ഫോം ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ പേരെന്ന് എഴുതി വെച്ചോ, ഭാരത് ബയോടെക്. ഭാരത് ബയോടെക് ഹൈദരാബാദ്. ഭാരത് ബയോടെക് ഹൈദരാബാദ് has developed typhoid vaccine with 81.6% സക്സസ് റേറ്റ്. ഈ സാൽമോണല്ല ടൈഫി എന്താണ്? ബാക്ടീരിയ ആണോ വൈറസ് ആണോ? ബാക്ടീരിയ ആണ്. ടൈഫി ഗ്രൂപ്പ് മൊത്തം ബാക്ടീരിയ ആണ്. ഈ ടൈഫോയിഡ് വന്നാൽ എന്താ കുഴപ്പം? ഡൈജസ്റ്റീവ് സിസ്റ്റം മൊത്തം എഫക്റ്റഡ് ആയി പോകും, ഭയങ്കര ഇൻഫെക്ഷൻ ആയിരിക്കും. അപ്പം പ്രോപ്പറായ ഫുഡ് ഇൻടേക്ക് ഒന്നും നടക്കാണ്ടാവും. ടൈഫോയിഡ് വന്നിട്ട് മരിച്ചു പോകും. ഭയങ്കര ഫാറ്റലാണ്, ഭയങ്കര സിവിയർ ആയിട്ട് അൺട്രീറ്റഡ് ആണെങ്കിൽ ഫാറ്റലായ ഡിസീസാണ്. ഇത് എവിടുന്നാ സ്പ്രെഡ് ആവുന്നത് ടൈഫോയിഡ്? നിങ്ങൾ നിങ്ങൾ ഈ സാധനം കേട്ടിട്ടുണ്ടോ? ടൈഫോയിഡ് മേരി. NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട് +2. ഈ ടൈഫോയിഡിനെ പറ്റി നമുക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല പണ്ട്. ബിഫോർ ടൈഫോയിഡ് വാസ് ഡയഗ്നോസ്ഡ്, ഡിറ്റക്റ്റഡ്. അപ്പം ഈ US-ലെങ്ങാണ്ടുള്ള ഏതൊരു ഹോട്ടലിൽ വർക്ക് ചെയ്തൊരു സ്ത്രീയാണ് ടൈഫോയിഡ് മേരി. ഇവർ ഭയങ്കര അൺഹൈജീനിക് പ്രാക്ടീസും ഉണ്ട്. ഇവർ വഴിയാണ് 10-20,000 പേർക്ക് US-ൽ ടൈഫോയിഡ് വരുന്നത്. അപ്പം അങ്ങനെ സോഴ്സ് ഐഡന്റിഫൈ ഇവരെയാണ്. അപ്പം അങ്ങനെ ടൈഫോയിഡ് മേരി എന്ന് പേര് വന്നത്. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്? എങ്ങനെയാണ് ടൈഫോയിഡ് സ്പ്രെഡ് ആവുന്നത്? പ്രോപ്പർ സാനിറ്റേഷൻ ഇല്ലാണ്ടിരിക്കുമ്പോൾ, അതായത് ഈ വേസ്റ്റ് നമ്മുടെ എക്സ്ക്രീറ്റയിലാണ് ടൈഫോയിഡ് ബാക്ടീരിയയുടെ കണ്ടന്റ് ഭയങ്കര കൂടുതലുണ്ടാവുക, സ്പ്രെഡായ ആൾക്കാർ. അപ്പോൾ പ്രോപ്പറായ കക്കൂസൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇത് പബ്ലിക് വാട്ടറായിട്ട് മിക്സ് ആവുകയും കുടിവെള്ളത്തിൽ കൂടെ, പ്രധാനമായിട്ടും ഡ്രിങ്കിങ് വാട്ടർ വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇന്ത്യ പോലത്തെ സ്ഥലങ്ങളിൽ ഭയങ്കര സ്ലമ്മൊക്കെ ആയിട്ടുള്ള ഏരിയാസിൽ ഏറ്റവും കൂടുതൽ ത്രെറ്റ് ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ് ടൈഫോയിഡ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അടുത്ത എഴുതാം. ഇത് സ്പേസിൽ കഴിഞ്ഞ വർഷമുള്ള കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനകത്ത് 50th ഫ്ലൈറ്റ് ഓഫ് PSLV, ഗോൾഡൻ ജൂബിലി ഫ്ലൈറ്റ് എന്നൊക്കെയാണ് ന്യൂസിൽ വന്നത്. കേട്ടിട്ടുണ്ടോ? 50th ഫ്ലൈറ്റ്. എന്താ PSLVയുടെ പ്രത്യേകത? നമ്മുടെ ഏറ്റവും സക്സസ്ഫുൾ വെഹിക്കിളാണ് PSLV. സക്സസ് റേറ്റ് ഭയങ്കര ഹൈ ആണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ലോഞ്ച് ചെയ്തിട്ടുള്ളതും PSLV ആണ്. അപ്പോൾ PSLVന്റെ 50ാമത്തെ ഫ്ലൈറ്റ് നടത്തിയപ്പോൾ എത്ര സാറ്റലൈറ്റ് ഒന്നിച്ച് വിട്ടറിയോ? ഒരെണ്ണാണോ? നമ്മുടെ സാറ്റലൈറ്റ് ഒന്നേ ഉള്ളൂ, റിസാറ്റ്. റിസാറ്റ് ഇസ് ബേസിക്കലി ഡിഫൻസ് സാറ്റലൈറ്റ്. അപ്പോൾ കേട്ടില്ല? അല്ല, അത് അതിന് മുന്നേ, അത് കഴിഞ്ഞ വർഷമാണ്, 2017. റിസാറ്റിന്റെ കൂടെ വേറെ ഏതോ സാറ്റലൈറ്റ്, 9 സാറ്റലൈറ്റുകൾ കൂടെ വിട്ടിട്ടുണ്ട്. ഇന്ത്യൻ സാറ്റലൈറ്റ് റിസാറ്റ് പ്ലസ് 9 ഫോറിൻ സാറ്റലൈറ്റ്സ്. ഇതിൽ 6 US-ന്റെ ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. റിസാറ്റ് 2 BRI വേർഷനാണ്. റിസാറ്റ് 2 BRI വേർഷനാണ്. റിസാറ്റ് എന്താ? റിസാറ്റിന്റെ എക്സ്പാൻഷൻ അറിയോ? റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ്. റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് എന്തിനാ യൂസ് ചെയ്യുന്നത്? അഗ്രികൾച്ചറിന്, പിന്നെ ഡിഫൻസിന്, സാറ്റലൈറ്റ് സർവൈലൻസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് റിസാറ്റ്. ബേസിക്കലി അൾട്രാസൗണ്ട് റഡാറും നോർമൽ റഡാറും ഉണ്ട്. ഈ 2 റഡാറും വെച്ചിട്ട് പ്രോപ്പറായിട്ട് ടെറൈൻ മാപ്പിംഗ് ചെയ്യുക, സർവൈലൻസ് ചെയ്യുക. നമ്മൾ ഡിഫൻസ് സാറ്റലൈറ്റ് ആയിട്ടാണ് സാധാരണ റിസാറ്റിനെ പറയാറ്, പക്ഷെ അഗ്രികൾച്ചറൽ പർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. റിസാറ്റിന്റെ 2 BRI വേർഷനാണ് വിട്ടത്. ഈ മറ്റ് സാറ്റലൈറ്റുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ.
ജപ്പാന്റെ 1, ഇറ്റലിയുടെ 1, ജപ്പാൻ 1, ഇറ്റലി 1, ഇസ്രായേൽ 1, US 6. ഇങ്ങനത്തെ സംഭവം ചോദിക്കാറുണ്ട് കേട്ടോ. ജപ്പാൻ, ഇസ്രായേൽ, ഇറ്റലി ആൻഡ് US. റിമോട്ട് സെൻസിങ്, സർവൈലൻസ്. ഇനി ഇത് ന്യൂസിൽ വന്ന ഇതുകൊണ്ടൊന്നുമല്ല, 50ാമത്തെ ലോഞ്ച് ആയതുകൊണ്ടും വന്നു, വേറൊരു കാരണം കൊണ്ടും കൂടെ വന്നു. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ഫോം ചെയ്ത ശേഷം അത് NSIL-ആയിട്ടാണ് ഈ കൺട്രീസ് ഒക്കെ അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുള്ളത്. സോ NSIL-ന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ശേഷം നമ്മൾ ചെയ്ത ആദ്യത്തെ പ്രൊജക്റ്റും കൂടെയാണ് ഈ സംഭവം, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. അത്രയും കാര്യം പറഞ്ഞാൽ മതി. ഒസൈറിസ് റെക്സ് മിഷൻ കേട്ടിട്ടുണ്ടോ? നമ്മളല്ല, നാസയുടെ പ്രൊജക്റ്റാണ് ഒസൈറിസ് റെക്സ് മിഷൻ. കേട്ടിട്ടുണ്ടോ? ഇത് ഭയങ്കര നാസ ഈ വർഷം 2020 പ്ലാൻ ചെയ്യുന്ന അവരെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമ്മൾ സാധാരണ എക്സ്പ്ലോർ ചെയ്യുന്നത് പ്ലാനറ്റ്സും സാറ്റലൈറ്റുകളുമാണ്. ഇത് നമ്മൾ ആദ്യമായിട്ട് ഒരു ആസ്റ്ററോയിഡിനെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. വലിയ സൈസുള്ള ആസ്റ്ററോയിഡിൻ്റെ അകത്ത് പോയി അവിടുത്തെ സോയിലും റോക്കും കളക്ട് ചെയ്ത് തിരിച്ച് എർത്തിലേക്ക് സേഫ് ലാൻഡ് ചെയ്യണം. അതാണ് പ്രോജക്റ്റ്. 2020 നടക്കാൻ പോകുന്നത്. ആസ്ട്രോയിഡിന്റെ പേരെന്ന് എഴുതി വെച്ചാൽ ബെന്നു. ഓൾറെഡി സാറ്റലൈറ്റ് റോക്കറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പം ബെന്നുവിനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും മാർച്ച് ഏപ്രിൽ എങ്ങാനാണ് ലാൻഡ് ചെയ്യുന്നത്. എന്നിട്ട് ആ സാധനം കൊണ്ട് തിരിച്ചു വരണം. ഇത് ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താ? വാട്ട് ഇസ് ദ ബെനിഫിറ്റ് ഓഫ് സ്റ്റഡിങ് അബൌട്ട് സോയിൽ ആൻഡ് റോക്ക് ഇൻ ആൻ ആസ്ട്രോയിഡ്? ആസ്ട്രോയിഡ് പഠിക്കുന്നതാണ് എർത്തിന്റെ ഒക്കെ കോറൽ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം. കാരണം ഏറ്റവും പ്യൂറസ്റ്റ് ഫോമാണ് ബിഗ് ബാങ് തിയറിക്ക് ശേഷമുള്ള. പൊട്ടിയ പീസുകളാണ്, അറ്റ്മോസ്ഫിയർ ഇല്ല, റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന്റെ സ്റ്റഡി എന്ന് പറയുന്നത് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആണ്. എവല്യൂഷൻ എങ്ങനെയാണെന്നും പ്ലാനറ്റേറിയൻ മൂവ്മെന്റ് എങ്ങനെയാണ് ഉണ്ടായെന്നും ബിഗ് ബാങ് എങ്ങനെയാണോ ശരിക്കും കാരണം എന്നൊക്കെ മനസ്സിലാവാനുള്ള റൂട്ടാണ്. ഇതിന്റെ എക്സ്പാൻഷൻ എന്ന് എഴുതി വെച്ച ഒസൈറിസിന്റെ ഒറിജിൻസ് സ്പെക്ട്രൽ ഇന്റർപ്രിട്ടേഷൻ, resource identification, secure regolith explorer. എന്താ റീഗോലിത്ത്? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ലിത്ത് എന്ന് പറയുന്ന അവസാനിക്കുന്നതൊക്കെ എർത്തുമായിട്ട് ലിത്തോസ്ഫിയർ കേട്ടില്ലേ? ലിത്ത് എന്ന് വെച്ചാൽ റീഗോലിത്ത് എന്ന് വെച്ചാൽ എർത്തിന്റെ കോറിന് ചുറ്റും പൊതിഞ്ഞു നിൽക്കുന്ന കുറെ സർഫസ് ഉണ്ട്, ലെയറിന്റെ പല ലെയറുകൾ. അപ്പോൾ ഒരു പ്ലാനറ്റിന്റെ കോറിന് ചുറ്റും കാണുന്ന ലെയറുകളാണ് നമ്മൾ റീഗോലിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആസ്ട്രോയിഡിന്റെ കോറിന് ചുറ്റും കാണുന്ന ലെയേഴ്സ് ആണ് ഇത് എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്തൊരു സാധനം ഉണ്ട്, ഐഡന്റിഫിക്കേഷൻ, സ്പെക്ട്രൽ ഇന്റർപ്രിട്ടേഷൻ. എന്താ ഈ സ്പെക്ട്രൽ ഇന്റർപ്രിട്ടേഷൻ? സ്പെക്ട്രോഗ്രാഫി കേട്ടിട്ടുണ്ടോ? എന്താ സ്പെക്ട്രോഗ്രാഫി? ലൈറ്റ് സ്പെക്ട്രം യൂസ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റിനെ പറ്റി പഠിക്കുക. വളരെ ചെറിയ മൈന്യൂട്ട് ആയതോ വലിയ സാധനത്തിലേക്ക് ലൈറ്റ് അടിക്കുക, എന്നിട്ട് അതിനുള്ളിൽ കൂടെ അപ്പുറത്തേക്ക് വരുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസിനെ അസസ് ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട്, എങ്ങനത്തെ റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്, മെറ്റീരിയൽ എന്താണ്. നമ്മളിപ്പോൾ നമ്മൾ കോറിനകത്ത് കോപ്പർ അലൂമിനിയം എന്നൊക്കെ പറയുന്ന എർത്ത് കുഴിച്ച് നോക്കിയിട്ടാണോ? അല്ല, നമ്മൾ സ്പെക്ട്രൽ അനാലിസിസ് നടത്തിയിട്ടാണ്. അപ്പോൾ സ്പെക്ട്രൽ അനാലിസിസ് അത്ര അറിഞ്ഞാൽ മതി. ഇതാണ് പ്രോജക്റ്റ് ഒസൈറിസ് റെക്സ് മിഷൻ. കേട്ടാൽ നാസയാണെന്നും ഇതാണ് പരിപാടി എന്നെങ്കിലും അറിഞ്ഞാൽ മതി, ബാക്കിയൊന്നും അറിയണമെന്നില്ല. മെമ്മറി ബേസ്ഡ് ആയിട്ടൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. എഴുതിയോ? അടുത്തത് വിർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. വിർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി ആൻഡ് ആർട്ടിഫിഷ്യൽ
ഇതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി. ഇത് ന്യൂസിൽ വരാൻ കാരണം കഴിഞ്ഞ വർഷം 2019 ഡിസംബറിൽ CBSE അതിൻ്റെ കരിക്കുലത്തിലേക്ക് ഓഗ്മെന്റഡ് റിയാലിറ്റി ബേസ്ഡ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇനി ക്ലാസ് റൂമുകളിൽ ഈ ബൈജൂസ് ഒക്കെ ചെയ്യുന്ന പോലത്തെ ഓഗ്മെന്റഡ് റിയാലിറ്റി ഓഗ്മെന്റഡ് റിയാലിറ്റി സിസ്റ്റം വെച്ചിട്ടുള്ള ടീച്ചിങ് മെത്തേഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് പേപ്പറിൽ വന്നത്. അപ്പം ഈ 4 ടേമും സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ്. എന്താണ് ഡിഫറൻസ് എന്ന് അറിയണം. വാട്ട് യു മീൻ ബൈ വിർച്വൽ റിയാലിറ്റി? വിർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നിങ്ങൾ ഫിസിക്കലി പ്രസന്റ് അല്ലാത്ത ഒരു സ്ഥലത്തിന്റെ പ്രാക്ടിക്കൽ ഫീൽ നമുക്ക് വിർച്വലി തരിക. അതിനാണ് നമ്മൾ VR ഒക്കെ യൂസ് ചെയ്യുന്നത്. VR ഗോഗിൾസ്, കണ്ണട, അതിന്റെ ഈ ബോക്സ് പോലുള്ള കണ്ണട ഫിറ്റ് ചെയ്തിട്ട് അതിന്റെ അകത്ത് നമ്മൾ എന്നുള്ള പോലെ 3D ആയിട്ട് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. അത് മാത്രമല്ല, അത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും തല വെട്ടിക്കാം. ശരിക്കും ഞാൻ ഈ ക്ലാസ് റൂമിൽ നിന്ന ഫീൽ എനിക്ക് എൻ്റെ റൂമിൽ ഇരിക്കുമ്പോൾ കിട്ടണം. അപ്പം ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ടെക്നോളജി യൂസ് ചെയ്തിട്ട് വിർച്വലി നമുക്ക് സറൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഓഗ്മെന്റഡ് റിയാലിറ്റി? ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ വിർച്വൽ റിയാലിറ്റിന്റെ കുറച്ചുകൂടെ കൂടിയ വേർഷൻ. എന്താ ഓഗ്മെന്റഡ് റിയാലിറ്റി? നിങ്ങൾ ഗെയിമൊക്കെ കളിക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഫിസിക്കലി ആ ഡിവൈസിനെ ഹിറ്റ് ചെയ്യാനൊക്കെ പറ്റും. കാഴ്ച മാത്രമല്ല, യു ക്യാൻ യൂസ് സെർട്ടൈൻ ടൂൾ ടു ടച്ച് ദം. ഇപ്പോൾ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നുണ്ടല്ലേ നിങ്ങൾ? VR വെച്ചിട്ട് വൈബ്രേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ആ സാധനത്തിനെ പ്രാക്ടിക്കലി ബോൾ കിക്ക് ചെയ്യുന്നതായിട്ടും ഒക്കെ ഫീൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓഗ്മെന്റഡ് റിയാലിറ്റി മീൻസ് ഇറ്റ്സ് ഹയർ എൻഡ് വേർഷൻ ഓഫ് വിർച്വൽ റിയാലിറ്റി. വിർച്വൽ റിയാലിറ്റി ഓഗ്മെന്റഡ് റിയാലിറ്റിന്റെ പാർട്ട് മാത്രമാണ്. ഇപ്പോൾ ടീച്ചിങ്ങിൽ, സ്റ്റഡിങ്ങിൽ, ലേണിങ്ങിൽ ഇതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മൾ ഗ്രാവിറ്റി എന്നൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എർത്തിന്റെ ഒരു വ്യൂ സാധനങ്ങളൊക്കെ തരാൻ പറ്റും. നിങ്ങൾക്ക് 360 ഡിഗ്രി നോക്കാം. അപ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ നല്ല സ്പേസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? AI എന്താ? സാധാരണഗതിയിൽ നമ്മൾ മെഷീൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഡിസിഷൻ മേക്കിംഗ് നമ്മളാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ പ്രോസസ്സിങ്ങും ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുത്ത് നമുക്ക് തരും. നമ്മളാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം. ഈ ഷിഫ്റ്റ് ചെയ്യുക, അതായത് ഗിവ് യുവർ കമ്പ്യൂട്ടർ ദ എബിലിറ്റി ടു ഡിസൈഡ്. ഇങ്ങനെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി വരുന്ന കമ്പ്യൂട്ടിംഗ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ നമ്മളെ പാറ്റേൺ, ബിഹേവിയറൽ പാറ്റേൺ അസസ് ചെയ്തിട്ടായിരിക്കും. അതായത് നിങ്ങളെന്നും എന്താ പറയുക, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ലൈറ്റ് ഓഫ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഹാബിറ്റ് എങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു AI ഡിവൈസ് ഇത് യൂസ് ടു ആയിരിക്കും. AI ഡിവൈസിന് അതെന്നും നിങ്ങളുടെ ബിഹേവിയറൽ പാറ്റേൺ അസസ് ചെയ്യും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് നിങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ ലേണിംഗ് ബേസ്ഡ് AI ഉണ്ട്. അതായത് വെറും AI ഉണ്ട്, ലേണിംഗ് AI ഉണ്ട്. വെറും AI എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഡിസൈൻ ചെയ്തൊരു സാധനം നമുക്ക് തരും, അത് അതുപോലെ വർക്ക് ചെയ്യും. ലേണിംഗ് AI ആണെങ്കിൽ നിങ്ങളുടെ ബിഹേവിയർ അനുസരിച്ച് അത് ലേൺ ചെയ്യും. ഇപ്പോൾ വോൾവോൻ്റെ ഒക്കെ XC90 എന്നൊക്കെ പറയുന്ന മോഡലിലൊക്കെ ലേണിംഗ് AI ആണ്. നിങ്ങളെ ഡ്രൈവിംഗ് പാറ്റേൺ അത് എടുക്കും. നിങ്ങൾ ഇരിക്കുന്ന സീറ്റ് അഡ്ജസ്റ്റ്മെന്റിലേക്ക് ഓട്ടോമാറ്റിക്കലി സീറ്റ് ഫിറ്റ് ആവും. നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന AC ടെമ്പറേച്ചറിലേക്ക് താനേ സെറ്റ് ആവും. നിങ്ങളുടെ ഡ്രൈവിംഗ് പാറ്റേണുള്ള ട്രാക്കിലേക്ക് ഓട്ടോമാറ്റിക്കലി വണ്ടി കയറും, പാർക്കാവും. അതാണ് ലേണിംഗ് AI. ഡ്രൈവർലെസ് കാറുണ്ട്. ഡ്രൈവർലെസ് കാറിൽ AI ആണ് യൂസ് ചെയ്യുന്നത്. ഡ്രൈവർലെസ് കാറിൽ ഫ്രണ്ടിൽ സെൻസേഴ്സ് ഉണ്ടാവും. ഒരു ഡ്രൈവർ ചെയ്യേണ്ട എല്ലാ ഡിസിഷൻ മേക്കിങ്ങും AI ചെയ്യും. ടേം എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ഇതൊന്ന് എഴുതി വെച്ചോ. CBSE introduced artificial intelligence in curriculum. Artificial intelligence in curriculum. അല്ല, അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആഡ് ചെയ്തപ്പോൾ അതിനെ പഠിപ്പിക്കാനുള്ള മെത്തേഡായിട്ടാണ് ഓഗ്മെന്റഡ് വന്നത്. CBSE introduced AI in curriculum. ആരുമായിട്ട് പാർട്ട്ണർഷിപ്പിലാണ് വന്നറിയോ? ന്യൂസിലതാണ്, മൈക്രോസോഫ്റ്റ് ആണ്. In partnership with Microsoft. ഈ AI റിലേറ്റഡ് സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹാർഡ്വെയറും, അതായത് കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള ഓഗ്മെന്റഡ് ഡിവൈസുകളും കൂടെ കൊടുക്കണ്ടേ, അത് പ്രൊവൈഡ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. ഇനി ഇതിനകത്ത് കുറച്ച് വേർഡുകൾ, കോർട്ടാന കേട്ടിട്ടുണ്ടോ? സിറി, ഗൂഗിൾ അസിസ്റ്റന്റ്, ഇത് മൂന്നും എന്താ? These three are voice assisting AI softwares. അതായത് നിങ്ങൾ സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന
നിങ്ങളുടെ ഡിവൈസിലുള്ള അസിസ്റ്റന്റ് ആണ് ഇത് മൂന്നും. കോർട്ടാന ഏത് പ്ലാറ്റ്ഫോമിലാണ്? വിൻഡോസ് ഡിവൈസുകളിലുള്ളതാണ് കോർട്ടാന. സിറി ആപ്പിൾ ഡിവൈസുകളിലാണ്. ഗൂഗിൾ അസിസ്റ്റന്റ് ഗൂഗിൾ ഓർ ആൻഡ്രോയിഡ് ഡിവൈസുകളിലാണ്. PSC ഇങ്ങനത്തെ സംഭവം ഓഡ് വൺ ഔട്ടൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അതായത് ഗൂഗിൾ അസിസ്റ്റന്റ്, സിറി, കോർട്ടാന, എൻകാർട്ട 4 തരും. അതിനകത്ത് എൻകാർട്ട എന്താ അറിയോ? മൈക്രോസോഫ്റ്റ് എൻകാർട്ട ഇത് പണ്ടത്തെ ഗൂഗിൾ പോലത്തെ ഓഫ്ലൈൻ എൻസൈക്ലോപ്പീഡിയ ആയിരുന്നു. മൈക്രോസോഫ്റ്റിന്റെ ഓഫ്ലൈൻ എൻസൈക്ലോപ്പീഡിയ മൈക്രോസോഫ്റ്റ് എൻകാർട്ട ഇപ്പൊ ഇല്ല, നിർത്തിയത്. പണ്ട് ഗൂഗിൾ നെറ്റ് ഇത്ര വ്യാപകമാകുന്നതിന് മുന്നേ അവർ ഓഫ്ലൈൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ ഡാറ്റ മൊത്തം അതിനകത്ത് തന്നെ ഉണ്ടാവും, വീഡിയോയും പിക്ചറൊക്കെ ഉണ്ടാവും. ഈ വിശ്വവിഖ്യാത കോഴ്സത്തിന്റെ ഒക്കെ ഒരു സോഫ്റ്റ്വെയർ എഡിഷൻ, പഴയ സാധനം എൻകാർട്ട. ഇതിനകത്ത് പിന്നെ ഇതും ഉണ്ട് കേട്ടോ, അലക്സ. അലക്സ ഇതിന്റെ ആമസോണിന്റെ ആണ്. ഇത് AI ക്ലാസിക് എക്സാമ്പിൾ ആണ്. നിങ്ങൾ പറയുന്നത് വോയിസ് ട്രെയിനിങ് ആണ്. അതായത് ആദ്യത്തെ ദിവസം നിങ്ങൾ പറയുന്നതിനേക്കാളും റെക്കഗ്നിഷൻ കൂടി 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 വരും. ദ ഹയർ യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ അസിസ്റ്റന്റ് ബെറ്റർ ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്ലാങ്ങിൽ പറഞ്ഞാലൊക്കെ ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങും. പക്ഷെ അതിന് കുഴപ്പമുണ്ട്, എന്താ? മൈക്ക് ഓൾവേസ് ഓൺ ആണ്. നിങ്ങളെല്ലാ സൗണ്ടും ഫുൾ ടൈം റെക്കോർഡാണ്. ഇതൊക്കെ എവിടെയോ പോകുന്നുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, നിങ്ങൾ ഫോണിന്റെ ഗൂഗിൾ അസിസ്റ്റന്റിലുള്ള ഫോണിൻ്റെ അടുത്ത് നിങ്ങൾ ഇതുവരെ സെർച്ച് ചെയ്തിട്ടില്ലാത്തൊരു കാര്യത്തിനെ പറ്റി സംസാരിക്കാം. ഇപ്പോൾ വാക്യൂം ക്ലീനർ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ആരോടെങ്കിലും ഒരു 3-4 പ്രാവശ്യം നിങ്ങൾ വാക്യൂം ക്ലീനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ ആമസോൺ എടുത്താൽ വാക്യൂം ക്ലീനർ വരും അതിനകത്ത് സജഷനായിട്ട്. ട്രൈ നോക്കും, കാരണം ഫുൾ ടൈം ലിസണിങ് ആണ്. ഈ സാധനം ഡാറ്റ പ്രോസസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻട്രസ്റ്റഡ് ഇതിലാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ആ സാധനം ആഡ് സെറ്റ് ചെയ്യുന്നതിൽ യൂസ് ചെയ്യും. ഗൂഗിൾ ആഡ്സെൻസിൽ വാല്യൂ സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. ഗൂഗിൾ ആഡ്സെൻസ് കണ്ടിട്ടുണ്ടോ? ഗൂഗിൾ ആഡ്സെൻസ് ഇത് ഗൂഗിളിന്റെ അഡ്വർടൈസ്മെന്റ് സർവീസ് ആണ്. ഇതെല്ലാം ചോദിക്കാൻ കേട്ടോ, ടെക്നോളജിക്കൽ ടേംസ് ആണ്. എന്താ ആഡ്സെൻസ് എന്താ ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങളൊരു ബ്രാൻഡ് റൺ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പ്രൊഡക്റ്റ് അഡ്വർടൈസ് ചെയ്യണം. അപ്പോൾ ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടാക്കുക, പേയ്മെന്റ് ചെയ്താൽ റൺ ചെയ്യാം. വെറൊരു അഡ്വർടൈസ്മെന്റ് അല്ല, നിങ്ങൾക്ക് നിങ്ങളെ കറക്റ്റ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്ലാസ് നടത്തുന്നത് എനിക്ക് വേണമെങ്കിൽ പേപ്പർ പരസ്യം കൊടുക്കാം. പക്ഷേ പേപ്പർ പരസ്യം കൊടുക്കുന്നത് ഞാൻ 10 ലക്ഷം രൂപ ചിലവാക്കി നോക്കുക. എത്ര ആൾക്കാർ ആ പരസ്യം കാണും? കറക്റ്റ് ക്ലാസ്സിന് വരാൻ സാധ്യതയുള്ള എത്ര ആൾക്കാർ കാണും? ഒരു 2000 പേര് കാണുമായിരിക്കും. അപ്പോൾ ഞാൻ 2000 പേരെ കിട്ടാനാണ് ഒരു 2 ലക്ഷം ആൾക്കാരെ കാണിക്കുന്നത്, അല്ലേ? അപ്പോൾ എൻ്റെ ടാർഗറ്റ് എത്ര എഫിഷ്യൻസി ഉണ്ട് എനിക്ക്? 2 ലക്ഷം ആൾ കണ്ടിട്ടാണ് 2000 ആൾ വരുന്നത്. പക്ഷെ ഓൺലൈൻ ആഡ് അങ്ങനെയല്ല. ഓൺലൈൻ ആഡിൽ നിങ്ങൾക്ക് ഫിൽറ്റർ സെലക്ട് ചെയ്യാം. നിങ്ങൾ എത്ര ഫിൽറ്റർ സെലക്ട് ചെയ്യുന്നോ അത്ര ആഡിന് പൈസ കൂടും. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഗിഫ്റ്റ് ഐറ്റം സപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റോർ ആണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കമ്മിറ്റഡ് ആയ ആൾക്കാർ, തിരുവനന്തപുരത്ത് സിംഗിൾ ആയ ആൾക്കാർ, റീസെൻ്റ്ലി കമ്മിറ്റഡ് ആയ ആൾക്കാർ, മന്ത്ലി ഇത്ര രൂപക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ, ഇന്ന ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പം അതുകൊണ്ട് നമുക്ക് ഫോണൊക്കെ യൂസ് ചെയ്യുന്ന അതിൻ്റെ കവറിൻ്റെ ഒക്കെ പരസ്യം വരുന്നില്ലേ? ഭയങ്കര ടാർഗറ്റിങ്, ആഡ് ടാർഗറ്റിങ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഫിൽറ്ററുകളുണ്ട്. ആഡ്സെൻസ് കയറി നോക്കിയാൽ കാണാം, ഒരുപാട് ഫിൽറ്റർ ഉണ്ട്. നമുക്ക് എല്ലാ പ്രൈവസി അവരിലുണ്ട്. കളേർഡ് ഡ്രസ്സുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ, നമ്മൾ ഡ്രസ്സിങ് വരണം എല്ലാം അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്താൽ അവർ കാണിക്കും ഇത്ര ആൾക്കാരെ മാത്രമേ കാണൂ. ഇപ്പോൾ ഗ്യാരണ്ടീഡ് ആഡ്സ് ഒക്കെ ഉണ്ട്. അതായത് നിങ്ങൾ $1000 സ്പെൻഡ് ചെയ്താൽ $1500 സെയിൽസ് അവർ എൻഷുർ ചെയ്യും. കാരണം അത്രയും ഉറപ്പായിട്ടും വാങ്ങുന്ന ആൾക്കാർക്ക് അവർ കാണിക്കും. പൊട്ടൻഷ്യൽ ബയേഴ്സ്. ഇപ്പോൾ ആ ഗൂഗിൾ ആഡ്സെൻസ്